നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ചെയ്തിരുന്ന വീഡിയോ ഫെബ്രുവരി 21 നടക്കുന്ന സൂചനാ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. കഴിഞ്ഞ 8 വർഷക്കാലം ശമ്പള പരിഷ്കരണം നടത്താത്തതിൻ്റെ ശക്തമായ വിയോജിപ്പും ശക്തമായ പോരാട്ടത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമാണ്. ഇവിടെ നമ്മൾ അറിയാതെ പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ശ്രദ്ധിക്കാതെ പോകുന്നതോ ആയിട്ടുള്ള ഒരു കാര്യം, ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യവാന്മാരാണോ എന്നുള്ളതാണ്. ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ജീവനക്കാർ എത്രത്തോളം ആരോഗ്യവാന്മാരാണ്? കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ ദിവസം പ്രതി നമ്മുടെ കേരളത്തിൽ പുതിയ പുതിയ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു വരുമ്പോഴും ഇവിടെയുള്ള ജീവനക്കാർ, ഈ സ്ഥാപനങ്ങളിലെല്ലാം ജോലി ചെയ്യുന്ന ജീവനക്കാർ എത്രത്തോളം ആരോഗ്യവാന്മാരാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശമ്പളം മാത്രമാണോ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ പ്രധാന പ്രശ്നം എന്നുള്ളതാണ്. തീർച്ചയായും ശമ്പളം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെങ്കിലും ഈ ശമ്പളം വാങ്ങിക്കുന്നതിന് വേണ്ടി ജോലി ചെയ്യാൻ അവിടുത്തെ ജീവനക്കാർക്ക് അവർ ആരോഗ്യവാന്മാരാണോ എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയിലുള്ള അധികാര സമൂഹവും ചിന്തിക്കണം. അവർക്ക് യഥാസമയം ലഭിക്കേണ്ട അവരുടെ ശാരീരികമായിട്ടുള്ള റെസ്റ്റ് അത് പൂർണ്ണമായിട്ടും അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇൻസ്പെക്ഷനുകളോ ഓരോ സ്ഥാപനങ്ങളിൽ കയറി ഇൻസ്പെക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ അതിനവർക്ക് ലഭിക്കുന്ന അവരുടെ നിയമപരമായിട്ടുള്ള അവധികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ കൊണ്ടാൽ ഈ അധികാര സമൂഹം ആശുപത്രികളിൽ ഇതുപോലെയുള്ള ഇൻസ്പെക്ഷനുകളോ അല്ലെങ്കിൽ എൻക്വയറികളോ നടത്തുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളുടെ ഈ അധികാര സമൂഹത്തിന്മേലുള്ള ആ കൈയടക്കി വെച്ചിരിക്കുന്ന രീതി തന്നെയാവും. നമുക്കൊരാൾക്കും പൂർണ്ണമായിട്ടും അത് ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. കാരണം 8 വർഷക്കാലം ഒരു ശമ്പള പരിഷ്കരണം നടത്താതിരിക്കാൻ മാനേജ്മെൻറ്റുകൾ സർക്കാരിന്മേൽ അത്രമേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ ജില്ലകളിലുമുള്ള ഈ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനത്തിൻ്റെ അധികാര സമൂഹം ഉൾപ്പെടെയുള്ളവരുടെ ഏതെല്ലാം രീതിയിൽ അവർക്ക് സമ്മർദ്ദം ചെലുത്തണമെന്ന് മാനേജ്മെൻറ്റുകൾക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ്. ഒരാശുപത്രിയിൽ അവരുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്രഡിറ്റേഷൻസിന് വേണ്ടിയിട്ട് പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ അതിനു വേണ്ടിയെല്ലാം ഈ ജീവനക്കാർ അവരുടെ ദിവസങ്ങളോളമുള്ള, അതായത് ഒരു റെസ്റ്റുമില്ലാതെ, ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായിട്ട് പോലും ഒരു റെസ്റ്റുമില്ലാതെ ദിവസങ്ങളോളമുള്ള ജോലിയിൽ ഒരു രീതിയിലുള്ള അലവൻസുകൾ പോലും നൽകാതെ മാനേജ്മെൻറ്റുകൾ ജോലി ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അസുഖബാധിതരായാൽ പോലും ഏതെങ്കിലും രീതിയിൽ തുടർച്ചയായ റെസ്റ്റില്ലാത്ത ജോലി സാഹചര്യങ്ങളാൽ അസുഖബാധിതരായാൽ പോലും ആ സ്ഥാപനങ്ങൾ അവർക്ക് അവധി നൽകാതെ നിർബന്ധപൂർവം ജോലി ചെയ്യിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മളോട് പല പിള്ളേരും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ടുള്ള പലരും നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അത് ക്യാനിലയിട്ട് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുന്ന ആളുകൾ പോലും അവരെ നാളെ ഇൻസ്പെക്ഷനാണ് അല്ലെങ്കിൽ അടുത്ത ദിവസം ഇൻസ്പെക്ഷനാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ജോലിക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെങ്കിൽ സ്വാഭാവികം നമ്മൾ പ്രതികരിക്കണം. നമുക്ക് കഴിയില്ല അല്ലെങ്കിൽ എത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പ്രതികരിക്കണം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ജീവനക്കാരി അവിടെ പ്രതികരിച്ചാൽ പിന്നെ ആ മേഖലയിലെ അധികാര സമൂഹം, ആ മേഖലയിലെ ഇപ്പോൾ ഒരു സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിൽ അവരുടെ സീനിയേഴ്സായിട്ടുള്ള, അവരുടെ ഹയർ അതോറിറ്റിയിലിരിക്കുന്ന അവരുടെ ആളുകൾ ആ ജീവനക്കാരിയെ, ആ കുട്ടിയെ മാനസികമായി തളർത്തുന്ന രീതിയിൽ തിരിച്ച് പ്രതികാര നടപടികൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
ഇതൊന്നും ഒരിക്കലും എവിടെയും ഒരു അധികാര സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിനും മറച്ചു വെക്കാനോ അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല എന്ന് വാദിക്കാനോ കഴിയില്ല. കാരണം ഇതെല്ലാം പറഞ്ഞ് പുറത്തിറങ്ങി പുകിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സ്ഥാപനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാനക്കേടും നാണക്കേടും ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. പക്ഷെ ഇതാരും കുട്ടികൾ പോലും ഒരു പരിധിക്കപ്പുറത്ത് പറയാതെ പോകുന്നു എന്നുള്ളതാണ്. എന്നാലോ ഈ പിള്ളേരെ അതാത് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട കൃത്യമായിട്ടുള്ള ഈ മാനസിക സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പോലും ഒരു മാനേജ്മെൻറ്റും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പല രീതിയിലുള്ള കമ്മിറ്റികൾ ഉണ്ടാവാം, ഹരാസ്മെൻറ്റ് കമ്മിറ്റികളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ ഏതെങ്കിലും മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അങ്ങനെ ഒരു ഹരാസ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ പോലും ആ കമ്മിറ്റികളിൽ ഒരു പരാതി ഒരാൾക്കെതിരെ ഏതെങ്കിലും രീതിയിൽ ഹരാസ്മെൻറ്റ് നടന്നാൽ പോലും അവിടെ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനത്തിലെ കാര്യങ്ങൾ വെച്ച് ഒരു കൃത്യമായിട്ടുള്ള എൻക്വയറി നടക്കാനോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് പാലിക്കപ്പെട്ടു പോകേണ്ട ഒരു രീതിയിൽ അവിടുത്തെ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാനോ മാനേജ്മെൻറ്റ് തയ്യാറാവുന്നതായി വളരെ ചുരുക്കം ചില കാര്യങ്ങളിലെല്ലാം ഇപ്പം നിലവിൽ സംഘടനാ സംവിധാനമുള്ള പല സ്ഥാപനങ്ങളിലും അതുപോലുള്ള പരാതികൾ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് ശമ്പളം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഉദ്ദേശിച്ച് മാത്രമല്ല. പക്ഷേ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ജീവനക്കാർക്ക് ലഭിക്കേണ്ട മികച്ച രീതിയിലുള്ള ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് കൂടെയാണ്. സ്വാഭാവികമായിട്ടും സംഘടനാ സംവിധാനം നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും നമുക്ക് അത് ഉണ്ട് എന്ന് തന്നെയാണ്. അത് ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോകുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതില്ലാത്ത സ്ഥാപനങ്ങളിൽ പോലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എവിടെയും നോട്ടീസ് ചെയ്യപ്പെടാതെ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു കാര്യം, പ്രതികരണശേഷി ഇല്ലാത്ത രീതിയിൽ ഈ ജീവനക്കാർ പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. മാനസികമായി അവർ തളർന്നു പോകും. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള വളർച്ച നമ്മൾ എത്രത്തോളം ഉണ്ടാക്കിയെടുക്കുന്നോ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയും നമ്മുടെ പക്വതയും അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യവാന്മാരായിട്ടും ഇരിക്കുന്നുണ്ടാവുക. മനസ്സ് തകർന്നു പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആരോഗ്യവും ക്ഷയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതേ സാഹചര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചു പോകുന്നത്. ആശുപത്രി ജീവനക്കാർ ഒരു കടുംപിടുത്തം പിടിക്കുന്ന സാഹചര്യം, പറ്റില്ലെങ്കിൽ നിർത്തിപ്പൊക്കോ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവിടെ ഇന്ന ആവശ്യത്തിന് ഇന്ന ആളുകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിൻ്റെ NC ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റ് കൊടുത്ത് ഇന്ന ദിവസത്തിനുള്ളിൽ ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ തീർത്തില്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം കട്ട് ചെയ്യുന്ന രീതിയിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകൾ തന്നെയാണ്. ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് വളരരുത് എന്നൊന്നും നമ്മൾ ആരും എവിടെയും വാശി പിടിക്കുന്നൊന്നുമില്ല. അത് ഏത് മാനേജ്മെൻറ്റാണെങ്കിൽ ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും ഒരാളൊരു സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വളർത്തിക്കൊണ്ടുപോകാൻ തന്നെയാണ് ആ മേഖലയിലെ ജീവനക്കാർ നിൽക്കുന്നത്. പക്ഷെ അവർക്ക് അവിടെ ജോലി ചെയ്യുന്നതിനുള്ള ഒരു അന്തരീക്ഷം കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കൂടി ആ മാനേജ്മെൻറ്റ് തയ്യാറാവാതിരുന്നാൽ സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റിനോട് മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും ആ ജീവനക്കാർക്കാർക്കും ഒരു പരിധിക്കപ്പുറത്ത് താല്പര്യമുണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. സംഘടനാ സംവിധാനം വെറുതെ ഒരു സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി എന്നുള്ളതല്ല, പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പല കാഴ്ചപ്പാടുകളുമുണ്ട്. സംഘടനയുടെ സ്വാധീനം അല്ലെങ്കിൽ സംഘടന അതിനെ എതിർക്കാവുന്ന അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് മാനേജ്മെൻറ്റുകൾ ചിന്തിക്കുന്നത്. എന്നിരുന്നാലും കുറേയെല്ലാം കാര്യങ്ങൾ പിള്ളേരെ നമ്മളോട് പറയാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ടാവാം. പക്ഷേ ഇതെല്ലാം നമ്മൾ അറിഞ്ഞു പിടിച്ച് വരുന്ന സമയത്തേക്കും കുറച്ചധികം അങ്ങോട്ട് കടന്ന കയ്യിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതെല്ലാം അവതരിപ്പിക്കുന്നതിന് ഒരു സംവിധാനമുണ്ട്. നമുക്ക് പറയുന്നതിനൊരു സ്പേസ് ഉണ്ട്, ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. പക്ഷേ ഈ നിലവിലുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, പ്രവർത്തിച്ചിരിക്കണം. അതിന് ആ സ്ഥലങ്ങളിൽ നമ്മളത് പ്രതികരിച്ചിരിക്കണം എന്നുള്ളതാണ്. പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ മാനസികമായി തളർത്തിക്കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്ന മാനേജ്മെൻറ്റുകളോട് തിരിച്ച് പ്രതികരിക്കാൻ കൂടി തയ്യാറാവുക തന്നെ വേണം. അപ്പോൾ ഒരിക്കലും ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ ആയിരിക്കുന്നവരോ അല്ലെങ്കിൽ ചെയർമാൻ തസ്തികയിലിരിക്കുന്നവരൊന്നും ആയിരിക്കില്ല ഇതിനെ നിർബന്ധിക്കുന്നുണ്ടാവുക. പക്ഷെ അതിൻ്റെ കീഴ്ഘടകത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന താഴെത്തട്ടിലുള്ള ഇപ്പോൾ അതിൻ്റെ എന്താ പറയുക, ആ സ്ഥാപനത്തിലെ പല ഡിപ്പാർട്ട്മെൻറ്റുണ്ടാവും. അപ്പോൾ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഹൗസ് കീപ്പിംഗ് ഉണ്ടാവാം, അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവാം. അപ്പോൾ ഇതിലെല്ലാം ഇരിക്കുന്ന ആളുകളുടെ ചില കാഴ്ചപ്പാട് അഡമൻ മൈൻഡായിട്ടുള്ള
ചില തെറ്റായ കാഴ്ചപ്പാടുകളുണ്ട്. അടിച്ചമർത്തിയാലേ ഇവരെയെല്ലാം മുന്നോട്ട് നയിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇവരെല്ലാം ഞങ്ങളുടെ താളത്തിൽ നിർത്താൻ പറ്റൂ എന്ന് കൊണ്ട് ചിന്തിച്ചു പോകുന്ന ചില ആളുകളുടെ കാഴ്ചപ്പാടുകളാണ്. പക്ഷേ ഇവരെല്ലാം ആലോചിക്കേണ്ടത് ഈ വഴികളിൽ കൂടെ തന്നെയാണ് ഈ ഈ ഇന്ന് യാത്ര ചെയ്യുന്ന ഈ ചെറിയ പിള്ളേരായിട്ടുള്ള, അല്ലെങ്കിൽ നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരായിട്ട് ജോലി ചെയ്യുന്ന ആ വഴികളിൽ കൂടെ വളർന്ന് ഈ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിയവർ തന്നെയാണ് ഇതിനെ ഈ രീതിയിലും കാണുന്നത്. എപ്പോഴും നമ്മൾ ഒരു സഹപ്രവർത്തകരായിട്ടുള്ളവരോട് അവരോടൊരു അനുകമ്പാപൂർവമായിട്ട് അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന രീതിയിൽ, അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുന്ന രീതിയിൽ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കാനും അവർക്ക് വേണ്ട സംരക്ഷണം നൽകാനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പല അധികാര സമൂഹത്തിലിരിക്കുന്നവരും സ്ഥാനങ്ങളിലിരിക്കുന്നവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആരോഗ്യവാന്മാരല്ലാതെ ഒരു സ്ഥാപനത്തിലും ഒരു ജീവനക്കാരും ജോലി ചെയ്യുമ്പോൾ ഒരു സംശയം വേണ്ട, അവിടെ അവർ ഒന്ന് ജോലി ചെയ്ത് പോകുന്നുണ്ടാവും. അവർ മാനസികമായി അവിടെ പ്രവർത്തിക്കുന്നത് പൂർണ്ണ സാറ്റിസ്ഫാക്ഷനോടുകൂടി ആയിരിക്കില്ല. പൂർണ്ണമായിട്ടുള്ള അവരുടെ ഒരു പ്രവർത്തന മികവ് ഉൾപ്പെടെ ആയിരിക്കില്ല. അത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ജോലികളിൽ മിസ്റ്റേക്കുകൾ വരാം, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തെറ്റുകൾ വരാം. അതും അവരിന്മേൽ വീണ്ടും ഒരു അടിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അതിനേക്കാൾ കൂടുതൽ മാനസികമായ രീതിയിൽ തകർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. നമ്മുടെ നാട്ടിൽ നമ്മുടെ അധികാര സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നു തന്നെയാണ് നമ്മുടെ കേരളത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ജീവനക്കാർ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കൃത്യമായി പഠിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഇതുപോലുള്ള ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ, മറ്റേത് സ്ഥാപനങ്ങളിലാണെങ്കിലും ഉണ്ടോ, IT ഉൾപ്പെടെയുള്ള മറ്റേത് ബിസിനസ് സ്ഥാപനങ്ങളിലാണെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിലും എല്ലാം ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട സംരക്ഷണം കൊടുക്കാൻ കൂടി ഈ അധികാര സമൂഹം തയ്യാറാവണം എന്നുള്ളതാണ്.